എത്ര കുരുട്ട് ബുദ്ധിക്കാരിയാണെങ്കിലും ആ അമ്മണിയമ്മ എനിക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്തതാ. കുറെ നാളായി ഞാൻ ആഗ്രഹിക്കുന്ന ആ നല്ല കാര്യം നടത്തി തന്നു. ഇവളെ അവനും രണ്ടാക്കി. ഉപകാരം ചെയ്ത അമ്മണിയമ്മയെ എങ്ങനെയെങ്കിലും രക്ഷിച്ചല്ലേ പറ്റൂ. ഇവളുടെ കാര്യം ഞാനങ്ങ് വിട്ടുപോയല്ലോ. അംബികെ, എന്താ ഇത്? കഴിഞ്ഞതൊക്കെ മറന്ന് വീട്ടിനകത്ത് ഇങ്ങനെ ഒതുങ്ങിക്കൂടിയാ മതിയോ? പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ അംബികെ? എന്റെ മകളാണെങ്കി എനിക്ക് ഒരു സ്വൈര്യവും തരുന്നില്ല. അവൻ ആ നശിച്ചവൻ തിരികെ വരുമെന്ന് പറഞ്ഞ് തപസിരിക്കുക അവള്. ഓ, അവനെ കെട്ടൂന്ന്. എന്നാലേ രമ്യയുടെ കഠിന തപസ് കണ്ട് സംതൃപ്തനായ ബ്രഹ്മാവ് അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. രമ്യയ്ക്ക് വരവും നൽകി. അങ്ങനെ ഋതികയും രാജുവും തമ്മില് ഏറെക്കുറെ തെറ്റിപ്പിരിഞ്ഞു. ഉള്ളതാണോ അംബികെ? ഞാൻ എന്തിനാ രുക്മിണിയോട് നുണ പറയുന്നേ? എനിക്കും രുക്മിണിക്കും രമ്യയ്ക്കും സന്തോഷമുള്ളൊരു കാര്യം അറിഞ്ഞപ്പോ ഞാൻ പറഞ്ഞതാ. എന്റെ ദൈവമേ, നീ എന്റെ മോളുടെയും പ്രാർത്ഥന കേട്ടല്ലോ. എന്നിട്ട് അവളിപ്പോ എവിടെ അംബികെ? അവളെ അവിടുന്ന് കരഞ്ഞിറങ്ങി പോന്നു. ദേ, കരഞ്ഞുകൂവി ഇവിടെയൊക്കെ നടപ്പുണ്ട്. പുറകെ അവനും വന്നിട്ടുണ്ട്. പക്ഷേ കോംപ്രമൈസ് ഒന്നും നടക്കില്ല. സംഗതി സീരിയസാ. എന്റെ ദൈവമേ, എത്രയും പെട്ടെന്ന് അവരുടെ ഡിവോഴ്സ് ഒന്ന് നടന്നു കിട്ടിയാൽ മതിയായിരുന്നു. അതൊക്കെ വളരെ വേഗം നടക്കും. ഒരു താലി കെട്ടിയെന്നല്ലാതെ അവര് തമ്മില് ഫാമിലി ലൈഫൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഡിവോഴ്സ് കഴിഞ്ഞാൽ ഉടനെ രമ്യയും അവനും തമ്മിലുള്ള കല്യാണം നടത്താൻ നോക്ക്. അല്ല, അതിനി അവ സമ്മതിക്കോ? സമ്മതിച്ചേക്കും. ഇപ്പോ ഒരു സുവർണ അവസരമാ രുക്മിണിക്ക് കൈവന്നിരിക്കുന്നത്. അത് മുതലെടുക്കണം. ബുദ്ധിപൂർവം അവനോടുള്ള ബന്ധം പുതുക്കാൻ നോക്ക്. ആ, നോക്കാം. ആ, അഥവാ അവൻ രമ്യയെ കെട്ടാൻ തയ്യാറായില്ലെങ്കിൽ രാജുവും ഋതുമോളും വർമ്മസാറിനെ കാണാൻ പോയി. വേണുവേട്ടൻ ആരെ കാണാൻ ഇപ്പൊ പോയേ ഉള്ളൂ. പിന്നെ ശ്രീമോളുടെ കാര്യം അറിയാലോ, ശ്രീമോളുടെ അടുത്താ. ആ, അല്ല, അവരിപ്പോ എവിടെയില്ലേ? ആ ജയന്റെ അമ്മ അതോ അവരവരുടെ വീട്ടിൽ തിരിച്ചു പോയോ? ഏയ്, അമ്മ പോയിട്ടൊന്നുമില്ല. പക്ഷെ ഇന്ന് പകൽ മുതൽ അവരെ കാണാനില്ലെന്നേ. എവിടെ പോയിന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എന്താ രുക്മിണി വെറുതെ വന്നാണോ? എന്തോ എനിക്ക് പെട്ടെന്ന് നിങ്ങളെയൊക്കെ ഒന്ന് കാണണമെന്ന് തോന്നി. ഓ, വലിയ മനോവിഷമാരാധമേ. എന്റെ മക്കള് രണ്ടും ഇപ്പൊ എന്റെ ശത്രുക്കളാ. അവളാണെങ്കി ഒരേ ഒരു ഇരിപ്പ, ഒരുമാതിരി കൽപ്രതിമ പോലെ. എന്നോടൊന്നും മിണ്ടാറില്ല. ആ, പിന്നെ മകനാണെങ്കി ആവുന്നത്ര ഞാൻ അവനെ വിളിച്ചു നോക്കി, ശ്രീമോളെയും കൂട്ടി വീട്ടിലേക്ക് വരാൻ. എവിടെ? അവൻ എന്നെ പറയാത്ത ചീത്തയില്ല. മരണവീട് പോലെ ആരാധമേ ഇപ്പൊ എന്റെ വീട്. ഞാൻ ഇങ്ങനെ മരിച്ചതിന് തുല്യം ജീവിച്ചിരിക്കുന്നു മാത്രം. രുക്മിണി വിഷമിക്കാതെ. മനഃപൂർവ്വം അല്ലെങ്കിലും രുക്മിണിയുടെ സങ്കടത്തിന് ഞങ്ങളും കൂടെ കാരണക്കാരാ. ആ വേദന ഒരു തീരാ വേദനയാ ഞങ്ങൾക്ക്. ആ, ഞാൻ വന്നത് അതൊന്നും പറഞ്ഞ് രാധമ്മയെ വിഷമിപ്പിക്കാനോ വേദനിപ്പിക്കാനോ ഒന്നുമല്ല. ആരോടെങ്കിലുമൊക്കെ സങ്കടങ്ങൾ പറഞ്ഞ എനിക്കൊരു സമാധാനം കിട്ടുമല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാ. സമാധാനത്തോടെ ഇരിക്കുമെന്ന് പറയാനേ എന്നെ കൊണ്ടിപ്പോ പറ്റൂ രുക്മിണി.
വീട്ടിലാണെങ്കിൽ ആഹാരം വെച്ചിട്ട് 2 ദിവസമായി. എന്തിനാ വെച്ചിട്ട്? ആര് കഴിക്കാനാ? രമ്യ ഒന്നും കഴിക്കുന്നില്ല. അതുകൊണ്ട് ഞാനും ഒന്നും ഉണ്ടാക്കുന്നില്ല എന്ന് വെച്ചു. ദേ ഇപ്പൊ എന്റെ തല ഇറങ്ങുവാ രാധമ്മേ. രുക്മിണി, നിങ്ങള് വല്ലാതെ കിതയ്ക്കുന്നുണ്ടല്ലോ ജയന്റെ അമ്മ. എന്ത് വെച്ച് ആരെങ്കിലും ഓടിച്ചോ? എന്നെ ആരും ഓട്ടിച്ചിട്ടുമില്ല, ഞാനൊട്ട് ഓടത്തുമില്ല. ഞാനേ ഉണ്ണി അരച്ചയുടെയും തുമ്പോലരച്ചയുടെയും പിൻഗാമിയാ. കൊച്ചമ്മണി ആർച്ച. കൊച്ചമ്മിണി ആർച്ച. ദാ കുടിക്ക്. എവിടെ പോയതമ്മേ? സത്യം പറ. ഞാൻ ഉള്ളത് പറയാലോ. വലിയ വലിയ ആൾക്കാർക്കൊപ്പം അല്ലേ ഇപ്പൊ എന്റെ സഹവാസം. ഉം. മന്ത്രിമാര്, സിനിമാ നടന്മാര്, സീരിയൽ നടീനടന്മാര്. അപ്പൊ എന്റെ പേര് മാറ്റണമെന്ന് തോന്നി. പേര് മാറ്റണമെങ്കിൽ ഗസറ്റി പരസ്യം കൊടുക്കണമെന്ന് വില്ലേജ് ഓഫീസിൽ ചെന്നപ്പോ പറഞ്ഞു. അങ്ങനെ ഞാൻ പേര് മാറ്റാൻ ഗസറ്റി പരസ്യം കൊടുക്കാൻ പോയതാ. അമ്മയുടെ പുതിയ പേരെന്താ? നയൻതാര. വികൃതകുമാരി എന്നിട്ടാ മതിയായിരുന്നു. അതാണ് നല്ല പേര്.